ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ ധ്യാനത്തിൻ്റെ മറ്റൊരു പ്രഭാഷണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ പ്രഭാഷണം കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഞാൻ വിചാരിച്ചു എന്ന ആ ഒരു വലിയ ആധ്യാത്മിക സംഘർഷത്തിൻ്റെ വേറെ ചില ഭാവങ്ങളെ കൂടി കാണിച്ചുകൊണ്ട് ആ സംഘർഷത്തിൻ്റെ ആ ഭാഗത്തെ നമ്മൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു എന്നതിൽ നിന്ന് ഉളവാകുന്ന ആധ്യാത്മിക സംഘർഷം നമ്മളുടെ ജീവിത വീക്ഷണങ്ങളെ തന്നെ സ്വാധീനിക്കുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ 17 വർഷക്കാലം കേരളത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഞാൻ എൻ്റെ കവിതകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും എൻ്റെ സിനിമകളിലും ഒക്കെ കണ്ടത് സൂര്യൻ ഈ കടലിൽ അസ്തമിക്കുന്നു എന്നാണ് ഞാൻ കണ്ടത്. അത് മലയിൽ നിന്ന് ഉദിക്കുകയും കടലിൽ അസ്തമിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥമായി എൻ്റെ കണ്ണുകൾ കണ്ടതാണത്. അപ്പോൾ പടങ്ങൾ വരയ്ക്കാൻ, ഉദയസൂര്യൻ്റെ പടം വരയ്ക്കണമെങ്കിൽ 2 മല വരച്ച് അതിൻ്റെ നടുക്ക് കുറേ കിരണങ്ങൾ വരച്ച് ഉദയസൂര്യൻ്റെ പടം വരച്ചിരുന്നു. അസ്തമയങ്ങളെന്നും ചുവന്ന കളറോടുകൂടെ സൂര്യൻ അസ്തമിക്കുന്ന കടലുകളും കടൽ തീരങ്ങളൊക്കെ ആയിരുന്നു. ബിംബങ്ങളും പ്രതീകങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിലെ കടലും മലയും ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരുന്നു. 17-ാം വയസ്സിൽ ഞാൻ എൻ്റെ ദൈവവിളിയുടെ ഭാഗമായിട്ട് ഒറീസയിലെ ബർഹാംപൂർ എന്ന് പറയുന്ന ഒരു രൂപതയിൽ ചേർന്നു. ഒരു മിഷനറി ആകാനുള്ള ആഗ്രഹത്തിൽ അവിടെ എത്തിയ ഞങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ റെക്ടറേറ്റ് ഞങ്ങളെ കടൽ കാണിക്കാൻ കൊണ്ടുപോയി. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വരുന്ന ആ മക്കളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താ രീതി ഉണ്ട്. അതിനെ ഒന്ന് പിടിച്ചു കുലുക്കണമെന്ന് ആ നല്ല റെക്ടറേറ്റിൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ഗോപാൽപൂർ ഓൺ സി എന്ന് പറയുന്ന ഒഡീസയിലെ കടൽ തീരത്ത് പിതാവ് ഞങ്ങളെ കാലത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുപോയി. പരപര വെളുക്കുന്നതിന് മുമ്പ് തന്നെ കടപ്പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇത്രയും നേരത്തെ നമ്മൾ കടപ്പുറത്തേക്ക് പോകുന്നത്? അപ്പോൾ പിതാവ് റെക്ടറേച്ചൻ വളരെ സ്റ്റൈലായിട്ട്, യേശുനാഥൻ വെളിച്ചം വരുന്നതിന് മുമ്പ്, പരപര വെളുക്കുന്നതിന് മുമ്പാണ് പ്രാർത്ഥിക്കാൻ പോയിരുന്നത്. അച്ഛന്മാരാകാൻ വന്ന നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ വലിയ തിയോളജിയും ഫിലോസഫിയും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ കടപ്പുറത്ത് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു വെള്ള കയറുന്ന സമയത്ത് ഞങ്ങൾ ഈ കടൽ തീരത്ത് ഇരുന്ന് പാട്ട് പാടുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം, 17 കൊല്ലക്കാലം ഞാൻ കടലിലേക്ക് അസ്തമിച്ചു പോകുന്ന ആ സൂര്യൻ ഞാൻ നോക്കുമ്പോൾ കടലിൽ നിന്ന് അത് ഉദിച്ചുയരുന്നത് കണ്ടു. 17 കൊല്ലം എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഞാൻ സൂര്യൻ അതിൽ അസ്തമിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അത് കടലിൽ നിന്ന് പൊന്തി വരുന്നു. ആ ആദ്യത്തെ കിരണങ്ങൾ ഈ കടലിൻ്റെ തിരകളിൽ അടിക്കുന്നതും ആ ഓളങ്ങളിൽ അത് ഗ്ലിറ്ററിങ് ചെയ്യുന്നതും കണ്ണിൽ ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്നു. ഐ ഡ്രോപ്ഡ് മൈ ജോ എന്ന് പറഞ്ഞ്. കാരണം ഞാൻ കണ്ടതിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ അവിടെ കാണുന്നത്. പിന്നീട് ആ സൂര്യൻ പോയി മലമുകളിൽ അസ്തമിച്ചു. പിന്നീട് ഒരു മിഷനറി ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒറീസയിലെ ജനങ്ങളുടെ ചിന്തകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായ പ്രതീകങ്ങളെ പോലും ത്യജിക്കാനും ഒരു പുനർവിചാരം നടത്താനും ഞാൻ സന്നദ്ധനായി. അപ്പോഴാണ് എനിക്ക് ആ മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഓരോ ഒറിയ മക്കളുടെ മനസ്സിലും സൂര്യോദയങ്ങൾ കടലിനോട് ചേർന്നിട്ടും സൂര്യാസ്തമയങ്ങൾ എപ്പോഴും മലയോട് ചേർന്നിട്ടുമായിരുന്നു. അതുവഴി അവരുടെ ചിന്തകളിലും ഭാവനകളിലും വേറെ തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിചാരിച്ചതുമായിട്ട് അവരുടെ അടുത്തെത്തിയിട്ട് എൻ്റെ കഥകളെയും എൻ്റെ ചിന്തകളെയും ഞാൻ അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക.
മിഷനറി ആകാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന ചില മിഷനറിമാരുടെ യാത്രകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിരി തോന്നും. ഒരു 10 കിലോ ബീഫ് പോലത്തെ മസാലയും ഒരു 2 കിലോ മീൻ മസാലയും പിന്നെ കുറേ പാത്രത്തിൽ നിറച്ച് പിക്കിളുകളും പിന്നെ 2 കാർട്ടൺ നിറച്ച് ഉണക്ക കപ്പിയും ഒക്കെ ആയിട്ട് പോരുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഇതെന്തിനാ മക്കളെ ഇത് മുഴുവൻ എടുത്തു പോരുന്നേ? അവിടെ രുചികളില്ലേ? അവിടെ എന്ത് മസാലകളില്ലേ? അവിടുത്തെ മനുഷ്യരൊന്നും ഭക്ഷണം കഴിക്കുന്നില്ലേ? അച്ഛാ, എന്നാലും അത് നഖത്ത് വെച്ച് തൊട്ട് നോക്കി എന്തെങ്കിലും തിന്നണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയാലേ പറ്റൂ എന്ന് വിചാരിക്കണതല്ലേ? എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ കപ്പയെ പോലെ തന്നെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമല്ലേ ഉരുളൻകിഴങ്ങും. അയ്യോ, ഗ്യാസ് എന്ന് പറയുമ്പോൾ നോർത്തിലെ ആൾക്കാർ മുഴുവനും ഗ്യാസ് കണ്ടി കൊണ്ടാണ് നടക്കുന്നത്. അവിടെ മുഴുവനും ഗ്യാസ് നിറഞ്ഞിട്ട് അതെന്താ ഗ്യാസ് ചേമ്പറായോ? ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നതല്ലേ? അതേ മീൻചാറ് കൂട്ടിയ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത്തിരി ഡാൽ കൂട്ടി അല്ലെങ്കിൽ പരിപ്പ് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്. ചോറ് കഴിക്കുന്നത് പോലൊക്കെ തന്നെയാണ് ചമ്മന്തി കൂട്ടി അല്പം ഗോതമ്പ് ചപ്പാത്തി തിന്നണത്, ഉള്ളി തിന്നണത്, അല്ലെങ്കിൽ പലതരം രുചിഭേദങ്ങളിലേക്ക് അല്ലെങ്കിൽ രുചികളെ ആസ്വദിക്കുന്നതൊക്കെ. അതല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ അവസ്ഥയാണ് അതിൻ്റെ പരിപൂർണത. അതിലേക്ക് ആരും കടക്കരുത്, അതിന് ഞാൻ മാറ്റില്ല എന്ന് വാശി പിടിക്കുമ്പോഴാണ് പുനരൈക്യ ചിന്തകൾ നമ്മളെ സ്പർശിക്കാതിരിക്കുന്നത്. കേൾവിക്കാർക്ക് ഒരു സംശയം തോന്നിയേക്കാം, അരേ കടലിൽ അസ്തമിച്ച സൂര്യൻ എങ്ങനെയാണ് കടലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതെന്ന്. ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് അറേബ്യൻ കടലിനെ ആയിരുന്നു. കിഴക്കോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ഒറീസയിൽ കാണുന്ന കടൽ ബേ ഓഫ് ബംഗാളാണ്. ബംഗോപസാഗരമാണ്. അപ്പോഴും ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത് കിഴക്കോട്ടാണ്. ഞാനാ തിരിഞ്ഞ്. സൂര്യനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. സൂര്യൻ സമാനമായിട്ടിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ അത് കടലിൽ അസ്തമിക്കുന്നത് പോലെയും അവിടെ നിന്ന് നോക്കിയപ്പോൾ അത് ഉദിക്കുന്നത് പോലെയും എനിക്ക് തോന്നി. പിന്നെ ആ തോന്നലുകളെ എൻ്റെ ഫിലോസഫികളാക്കി. പിന്നെ ആ തോന്നലുകളെ ഞാൻ എൻ്റെ കവിതകളിലേക്കും പ്രതീകങ്ങളിലൊക്കെ ആക്കി. പക്ഷെ അതൊക്കെ നമ്മൾ വളരുമ്പോൾ അങ്ങനെയൊക്കെ ഒന്നുമല്ല ഈ ലോകം എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് കടന്നു വരണ്ടേ. അങ്ങനെ വളർന്ന ഒത്തിരി ആൾക്കാരുണ്ട് ബൈബിളിൽ. ആക്ച്വലി ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്ന് പുനരൈക്യപ്പെടാൻ ആഗ്രഹിച്ച, കൂട്ടായ്മകളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച എല്ലാ മനുഷ്യരും ഈ ആധ്യാത്മിക സംഘർഷത്തിൻ്റെ അടിമകളായിരുന്നു, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തെ സ്പർശിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ മനസ്സിൽ ഒത്തിരി ഞാൻ വിചാരിച്ചതുണ്ടായിരുന്നു. ദൈവചിന്തകളുമായിട്ട് അത് നേർക്കുനേർ വന്നപ്പോൾ പലപ്പോഴും ആ വ്യക്തി ഉള്ളിൽ വളരെ വേദന അനുഭവിക്കുകയും ആധ്യാത്മിക സംഘർഷത്തിന് ഉടമയാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചു, യേശു മാർഗത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും യഹൂദ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ആ വിചാരത്തിൽ നിന്ന് യേശുമാർഗം സ്വീകരിച്ച വ്യക്തികളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ആ വ്യക്തി മാറി. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു, ധർമ്മസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവചിന്ത എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തുറവിയുടെ കുറവുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ സേവിക്കണമെന്ന് ഇത്ര തീക്ഷ്ണമായി ആഗ്രഹിച്ച ഒരു വ്യക്തി, ദൈവത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന വ്യക്തി, പക്ഷെ ഈ ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക സംഘർഷത്തിൻ്റെ അടിമയായി. അതിൽ നിന്നാണ് പൗലോസ്ലീഹ അന്നത്തെ യേശു ശിഷ്യന്മാരെ അല്ലെങ്കിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നതിലേക്കോ ഒക്കെ ചെന്നെത്തുന്നത്, സ്തേഫാനെ കല്ലെറിയാനായിട്ട് ഒപ്പുവെക്കുന്നതൊക്കെ. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്ന ആ വ്യക്തി ദൈവം തന്നെ അദ്ദേഹത്തെ തിരുത്തുന്ന ഒരു അനുഭൂതിയിലേക്ക് കടന്നു ചെന്നു. ആ അനുഭൂതിയിൽ ദൈവം തന്നെ പൗലോസിനോട് ചോദിക്കും, നീ പീഡിപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഞാൻ. നീ ഏത് ദൈവത്തെയാണോ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ദൈവം ഞാനാകുന്നു.
പിന്നീട് അന്ധനായി തീർന്ന ആ വലിയ മനുഷ്യൻ തൻ്റെ വിചാരങ്ങളെ ഒത്തിരി ത്യജിക്കും. ആ ത്യജിക്കുന്നതിൽ നിന്ന് ദൈവചിന്തയെ മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹം വളരുന്ന തലത്തിൽ ഒരു സമയത്ത് പറയും, ഞാനല്ല ഇനി ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന തലം വരെ തൻ്റെ വിചാരങ്ങളെ ത്യജിക്കാനും ദൈവ വിചാരങ്ങൾക്കനുസരിച്ചും ദൈവ പദ്ധതിക്കനുസരിച്ചും തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താനും ആ വലിയ മനുഷ്യൻ സന്നദ്ധനാകും. പൗലോസ്ലീഹ ഒരു മോശം മനുഷ്യനായിരുന്നോ? പൗലോസ്ലീഹയെ നമ്മൾ എങ്ങനെയാ പാപി എന്ന് പറയോ? നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ ഈ നല്ല മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വന്ന ആധ്യാത്മിക സംഘർഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്ക് ഭയാനകമായ ഒരു അനുഭൂതിയായിട്ട് മാറിയിരുന്നു. ഫിലിപ്പീൻസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തില് പൗലോസ്ലീഹ തൻ്റെ ഈ ഞാൻ വിചാരിച്ചതും ദൈവവിചാരങ്ങളുമായിട്ട് വന്ന സംഘർഷത്തിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, ഞാൻ യഹൂദനായിരുന്നു, അഭിമാനിക്കണമെങ്കിൽ ഞാൻ ഗമേലിയേലിന്റെ ശിഷ്യനായിരുന്നു, നിയമപാലനത്തിൽ ഞാനൊരു പക്ക ഫരീസിയനാണ്, എൻ്റെ വിചാരങ്ങളിൽ ഐ ആം ദ ബെസ്റ്റ്. പക്ഷേ പൗലോസ്ലീഹ പിന്നെ വളരെ എളിമയോടുകൂടെ പറയും, പക്ഷെ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, എന്നെ കുറിച്ചുള്ള യേശുവിൻ്റെ വിചാരങ്ങളെയും പദ്ധതികളെയും കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം ഉപയോഗശൂന്യങ്ങളാണെന്നും അങ്ങനെ ഒന്നുമല്ല ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ കടന്നു വന്നു. എൻ്റെ വിചാരങ്ങളെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാനും ദൈവചിന്തകൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കാനും ഞാൻ തയ്യാറായി. അതാണ് പുനരൈക്യം. തിരുത്താനുള്ള തീവ്രമായ ആഗ്രഹം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ യേശുവിനെ കുറിച്ച് അറിയണം. ദൈവത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് സ്വീകരിക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. പക്ഷെ ആധ്യാത്മിക സംവേദനശീലത ഒത്തിരി കയറി നിന്നിരുന്ന, സന്യാസത്തിൽ സ്ഫുടം ചെയ്ത് നിന്നിരുന്ന മാർ ഇവാനിയോസ് പിതാവിൻ്റെ മനസ്സിൽ അത് വളരെ വേഗത്തിൽ അതിൻ്റെ ഓളങ്ങളെ സൃഷ്ടിക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും അതോടുകൂടി ഒരു ജനത്തെ ഒപ്പം കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ ആ ലെവലിലേക്ക് കടന്ന് ചിന്തിക്കാതെ ചിലപ്പോഴൊക്കെ നമ്മൾ പിതാവ് പറ്റിച്ചില്ലേ, ചതിയനല്ലേ എന്നൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചതിനും ഉടമയായിക്കൂടെ? അല്ലെങ്കിൽ പിതാവ് ഒരു സമൂഹത്തിന് മൊത്തം പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വാർത്ഥതയ്ക്കായി ഇറങ്ങിപ്പോയി എന്ന് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ അതൊരു സൊല്യൂഷനായോ? അതിൽ നിന്ന് ഉളവായ ഫലങ്ങളെ നമ്മൾ പിന്നെ എങ്ങനെ നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്യും? നമ്മൾ അല്പം കൂടിയും ആ ആധ്യാത്മിക സംഘർഷത്തെ നേരിടണം. നമ്മൾ അതിനെ കാണണം. യേശുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ യേശുവിൻ്റെ ചിന്തകളെയും ഈ സുവിശേഷത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുക? ഈ ആധ്യാത്മിക സംഘർഷത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് സുവിശേഷത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ചിന്തകളുടെ അടിയിൽ ഊറിക്കിടക്കുന്ന ഈ ആധ്യാത്മിക സംഘർഷത്തെ കാണിച്ചു തരാൻ നമുക്ക് കഴിയും. യേശു എങ്ങനെയാ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങണേ? നിങ്ങൾ വിചാരിച്ചു കണ്ണിന് പകരം കണ്ണ്, നിങ്ങൾ വിചാരിച്ചു പല്ലിന് പകരം പല്ല്. പക്ഷെ അങ്ങനെയല്ല ദൈവം വിചാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഒരു സ്ത്രീയുടെ കൂടെ കിടന്നാലാണ് വ്യഭിചാരമാകുമെന്ന്. അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ? ദൈവം അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നോക്കിയാലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് നമസ്കാരം തരുന്നവരോട് നിങ്ങൾ നമസ്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവികമായ എന്ത് പുണ്യമാണുള്ളത്? എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ലേ? ദൈവത്തിന്റെ ചിന്തകൾക്കനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളോട് പോലും നിങ്ങൾ നമസ്കാരം പറയണം. നിങ്ങൾ എന്താ വിചാരിക്കണേ? ഒന്നാമനാകണമെന്നോ? എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കണേ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒന്നാമനാകാനായിട്ട് എല്ലാത്തിൻ്റെയും മുമ്പിൽ പോയി നിൽക്കണമെന്ന്. പക്ഷെ ദൈവം അങ്ങനെ വിചാരിക്കുന്നില്ല. ദൈവം പറയുന്നു, നിനക്ക് ഒന്നാമനാകണമെങ്കിൽ നീ എല്ലാവരുടെയും പിന്നിൽ നിൽക്കണം.
ഇതെന്ത് കഥ എന്ന് നമുക്ക് തോന്നും. നീ സൂക്ഷിച്ചു വെച്ചാലായി നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ? കർത്താവ് പറയുന്നത് നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ അത് നിനക്ക് കിട്ടുന്നതെന്ന്. നിന്റെ ജീവനെ സുരക്ഷിതമായി ഇറക്കാനായിട്ട് നീ ആഗ്രഹിച്ചാലായി നിനക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ അത് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. ബൈബിള് വായിക്കാനായിട്ട് അല്ലെങ്കിൽ വചനാധിഷ്ഠിതമായ ഒരു ചിന്തയിലേക്ക് കടന്ന് ചിന്തിക്കണമെങ്കിൽ ഈ ഞാൻ വിചാരിച്ചു എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ദൈവചിന്തകളിലേക്ക് കയറാനായിട്ട്. കാരണം സുവിശേഷം പുനരൈക്യത്തിൻ്റെ ഒരു സുവിശേഷമാണ്. നമ്മുടെ വിചാരങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി ദൈവ ചിന്തയുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സുവിശേഷ ചിന്തകൾ. ഇപ്പൊ സുവിശേഷാത്മകത അല്ലെങ്കിൽ വചനാധിഷ്ഠിത ജീവിതം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ ഈ ഞാൻ വിചാരിച്ചതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ദൈവചിന്തകളിലേക്ക് കയറാനുള്ള ഒരു ആഹ്വാനമാണത്. പൗലോസിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പൗലോസ്ലീഹ വളരെ സുന്ദരമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന പൗലോസ്ലീഹയുടെ ഒരു അധ്യായമാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം. അതിന് സ്നേഹത്തിൻ്റെ ഒരു ചാപ്റ്ററായിട്ടാണ് പറയാം. അതിൽ പൗലോസ്ലീഹ ഒരു ഭംഗിയുള്ള ഒരു സെന്റൻസ് പറയും. അതിൻ്റെ 11-ാം വചനത്തിൽ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. പൗലോസ്ലീഹ പറയുന്നത് ഈ ജീവിതം തിരുത്താനും കൂടിയുള്ളതാണ്. പക്ഷെ തിരുത്തലിൻ്റെ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്ന നമ്മൾ തീർച്ചയായിട്ടും വലിയ ആധ്യാത്മിക സംഘർഷങ്ങളിലൂടെ, വേദനയിലൂടെ, നിസ്സഹായതയിലൂടെ ഒക്കെ കടന്നു പോകും. കാരണം അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. നമ്മളുടെ വിചാരങ്ങൾക്കപ്പുറത്ത് ദൈവചിന്തകളെ തിരിച്ചറിയുന്നിടത്താണ് ആത്മസംഘർഷങ്ങളെ ജയിക്കുന്ന പുനരൈക്യ ചിന്തകൾ ഉടലെടുക്കുന്നത്. ഒരു കാര്യം നമ്മൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ, പുനരൈക്യ ചിന്തകൾ ദൈവ സാമീപ്യത്തിൻ്റെ അടയാളങ്ങളാണ്. നിങ്ങളിൽ പുനരൈക്യ ചിന്തകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവ സാമീപ്യം നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ്. കാരണം ആ ദൈവം സമാധാനത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും കൂട്ടായ്മയുടെയും ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിൻ്റെ സാമീപ്യത്തിലാണ് നിങ്ങൾ പുനരൈക്യ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നതും നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ദൈവ സാമീപ്യത്തെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കുടുംബത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, ഏത് തരത്തിലായിക്കോട്ടെ, പുനരൈക്യ ചിന്തകൾ എവിടെ വരുന്നോ അവിടെ ദൈവ സാമീപ്യം ഉടലെടുക്കുന്നു, അല്ലെങ്കിൽ ആ ദൈവ സാമീപ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഈ ദൈവ സാമീപ്യം ഇല്ലാതെ നടത്തുന്ന പുനരൈക്യങ്ങൾ അത് ക്രമപ്പെടുത്തലുകളാകും, അല്ലെങ്കിൽ ഡിപ്പ് ശരിയാക്കി തരാം എന്ന് പറയുന്ന ശരിയാക്കലുകളാകും. അതിന് ബലപ്രയോഗങ്ങൾ ഉപയോഗിക്കാം, കോർട്ട് കച്ചേരി നടത്താം, പല മെമ്മോറണ്ടങ്ങൾ എഴുതി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഉള്ളിൽ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയും ആ ക്രമപ്പെടുത്തലുകളിലും ശരിപ്പെടുത്തലുകളുടെ ഉള്ളിൽ ദൈവ സാമീപ്യമില്ല. പക്ഷെ പുനരൈക്യത്തെ ഒരു യുണീക്ക് ദൈവിക ഭാവമാക്കി മാറ്റുന്നത് പുനരൈക്യ ചിന്തയിലേക്ക് നിങ്ങൾ ശരിയായ രീതിയിലാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാമീപ്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഈ സംഘർഷം എല്ലാ നല്ല വിശ്വാസികളുടെ ഇടയിലും എപ്പോഴും കാണുന്ന ഒരു കാര്യമാണത്. ഈ മോസസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഈ മോസസ് എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി ഞാൻ വിചാരിച്ചതിൻ്റെ അടിമയായിരുന്നു. സിമ്പിളി വിചാരിച്ചു, ഒരാളെ തല്ലിക്കൊന്നാൽ, ഒരാളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ലീഡർ ആവാന്ന്. അപ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഹെബ്രായക്കാരനായിട്ട് തല്ലുകൊണ്ടാണ് ഒറ്റടിക്ക് ഒരുത്തിനെ കൊന്നു കളഞ്ഞു. ഒറ്റടിക്ക് ഒരുത്തിനെ കൊന്നു, എന്നിട്ട് കുഴിച്ചിട്ടു. കൂളായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നടക്കുക. ഒരു ഉഗ്രവാദി ഫറവോന്റെ കൊട്ടാരത്തിൽ 6 പാക്കും ആക്കി മസിലാക്കി വളർത്തി രാജാവും അല്ലെങ്കിൽ രാജകുമാരനാക്കി ആയിട്ട് നടക്കുന്ന കാലം ആളങ്ങനെ വിചാരിച്ചു ഭരിക്കുന്നതാണ്.
പേടിപ്പിക്കുന്നതാണ് എൻ്റെ രീതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം 2 ഹെബ്രായക്കാർ തല്ലുകൂടണുണ്ടപ്പോൾ ഈ കക്ഷി കയറിയിട്ട് ഇടപെടാൻ നോക്കിയ വേള ഹെബ്രായക്കാരും പറഞ്ഞു, ഇന്നലെ ആ ഈജിപ്തുകാരനെ തല്ലിക്കൊന്ന പോലെ നീ എന്നാ ഞങ്ങളെ തല്ലിക്കൊല്ലോ? ഞങ്ങളെ ഭരിക്കാനായിട്ട് നിനക്കാരും അധികാരം തന്നെ? ആ ഒറ്റ ചോദ്യത്തിൽ ഈ മോസസ് പേടിച്ചു പോയി. പിന്നെ ഓടിയ ഒരു ഓട്ടം 40 കൊല്ലക്കാലം നീണ്ടു നിന്നു. പിന്നീട് ആ പേടിച്ച് ഞാൻ വിചാരിച്ചതിൽ ഓടിയിട്ട് തൻ്റെ മാനപ്പൻ്റെ ആട്ടുംകൂട്ടങ്ങളെയും കൊണ്ട് മരുഭൂമിയുടെ എല്ലാ അന്തരാളങ്ങളിലേക്കും കടന്നു ചെല്ലുകയും ഒരു മരുഭൂമി എങ്ങനെയാണ് പെരുമാറുന്നതെന്നും പ്രതികരിക്കുന്നതും ഒക്കെ വശമതമായിപ്പോ ഈ ആളുടെ ഉള്ളിൽ ഞാൻ വിചാരിച്ച് കയറി വരുന്നത്, ഇതെന്തെയും മുൾപ്പിടർപ്പ് കത്താത്ത? ഇതിൻ്റെ മുകളിൽ തീ ഉണ്ടല്ലോ, പക്ഷെ ഇതെന്താ കത്താത്ത? തീ വരികയാണെങ്കിൽ മുൾപ്പടർപ്പ് കത്തേണ്ടതല്ലേ? ആളങ്ങനെ വിചാരിച്ചു മുൾപ്പടർപ്പിൻ്റെ മുകളിൽ തീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കത്തണമെന്ന്. എന്നാൽ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നപ്പിണ്ട് വിളിക്കണേ, മോശം അവിടെ നിന്ന് നീ നിൽക്കുന്ന സ്ഥലം അതൊരു വേറെ തരം സ്ഥലമാണ്, എൻ്റെ പാദരക്ഷകൾ മാറ്റിവെക്കുക. പിന്നെ അവർ തമ്മിലൊരു സംവാദം നടക്കും. ദൈവം പറയും, ഞാൻ എൻ്റെ ജനതയുടെ മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തു. അവരുടെ വേദനകൾ ഞാൻ കണ്ടു, അവരുടെ ദുഃഖങ്ങൾ ഞാൻ കേട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതാ. നിനക്ക് പോകാൻ പറ്റുമോ? പെട്ടെന്ന് മോസസിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു, അതെങ്ങനെയാ കർത്താവേ, ഞാൻ വിക്കനല്ലേ? അരെ നീ വിക്കനാണോ അല്ലാന്ന് ഞാൻ ചോദിച്ചോ? നിനക്ക് പോകാൻ പറ്റുമെന്നല്ലേ ചോദിച്ചോളൂ. അപ്പം മോസസ് പറയുന്നത്, ഞാൻ വിചാരിച്ചു ഒരു നേതാവാവണമെങ്കിൽ വിക്കൊന്നുമില്ലാതെ എപ്പോഴും വർത്താനം പറയാൻ കഴിഞ്ഞാലല്ലേ ഒരു നേതാവാൻ കഴിയുള്ളൂ. അത് നീ വിചാരിച്ചതല്ലേ? ഞാൻ നിന്നോട് നിനക്ക് പോകാൻ പറ്റുമെന്നല്ലേ ചോദിച്ചോളൂ. പക്ഷെ മോസസ് വിചാരിച്ചു, ഞാനൊരു വിക്കനാണെങ്കിൽ എനിക്ക് നേതാവാൻ പറ്റില്ല. പിന്നീട് ദൈവം പറയും, ഓക്കെ, നിന്റെ ഒരു ചർച്ചക്കാരനുണ്ട്, നിന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പേര് അഹ്റോൻ. അവന് വായ തുറന്നാൽ പിന്നെ അടയ്ക്കില്ല. അവന് ഒരു വാക്കിന്റെ ഡയറിയെ തന്നെയുള്ള കക്ഷിയാണ്. അവൻ നിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും. അവൻ നിന്റെ കൂട്ടത്തിൽ കൂടും. നിനക്ക് പോകാൻ പറ്റുമോ? മോസസ് പിന്നെയും താളം ചവിട്ടും. പിന്നെ ദൈവത്തിന് ദേഷ്യം വരും മോസസിനോട്. അവസാനം നിന്റെ കയ്യിലിരിക്കുന്ന വടി അവിടെ ഇടറ എന്ന് പറയുമ്പോൾ വടി അവിടെ വീഴുകയും അത് പാമ്പാവുകയും ചെയ്യും. പിടിക്കട അതിൻ്റെ വാലിൽ എന്ന് പറയും. വാലിൽ ഓടിക്കുമ്പോൾ അത് വീണ്ടും വടിയാവുമ്പോൾ പറയും, ഇതും കൊണ്ട് ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചേക്കണേന്ന്. പക്ഷെ പിന്നീട് ഈ പോകുന്ന വ്യക്തി എന്താണ് ദൈവം അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലും അറിയില്ല. പിന്നീട് ഓരോ പ്രാവശ്യം പറവയുടെ അടുത്തേക്ക് പോകുമ്പോഴും ഈ മോസസ് ഞാൻ വിചാരിച്ചു ദൈവം എന്താ വിചാരിച്ചേ എന്നുള്ള ആത്മസംഘർഷത്തിൽ വേദന അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ചെങ്കടൽ 2 ഭാഗമാകുമ്പോഴും ഒരു ജനതയെ മുഴുവനും ആ ശുഷ്കപഥത്തിലൂടെ കടത്തി ഈ മരുഭൂമിയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ പിന്നീട് മേഘസ്തംഭമായിട്ടും ദീപസ്തംഭമായിട്ടും ദൈവം അവരെ നടത്തിക്കൊണ്ടുപോയപ്പോൾ ഒരു തോട്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കയറി വരുന്നു. ഒരു ദിവസം ഈ കുടിലിരുന്ന് ആ ശിബിരത്തിലിരുന്ന് വലിയ കരച്ചിലാ. ദൈവം അവിടെ ഇറങ്ങി വരും. എന്തിനാ മോസസ് ഇങ്ങനെ ഇരുന്ന് കരയണേ? ആ മോസസ് പറയും, ഞാൻ ഈ ജനങ്ങളെ എൻ്റെ ഗർഭത്തിൽ വെച്ചിട്ടുണ്ടോ? ഞാനെന്താ ഇവരെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടി ഇത്ര വ്യാകുലപ്പെടാൻ അല്ല, നിന്റെ പ്രോബ്ലം എന്താ? അവർ നിന്നോട് പോലും ചോദിച്ചോ? അവർ പറയുന്നത് അവർ ഇറച്ചി കഴിക്കുന്നു. ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് ഇറച്ചി? അപ്പൊ ദൈവം ചിരിച്ചുകൊണ്ട് പറയും, മരുഭൂമിയിൽ ഇറച്ചി കിട്ടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നീ വിചാരിച്ചു? അരെ ഞാനല്ല അവരെ കൊണ്ടുവന്നേ, ഞാനെല്ലാവരും മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നേ. എൻ്റെ ജനതയാണ് അവരെന്നോടല്ലേ ചോദിക്കണേ ഇറച്ചി. നിന്നോട് ചോദിച്ചെന്ന് നീ എന്തിനാ വിചാരിച്ചേ? നീ എന്നിട്ട് ആവശ്യമില്ലാതിരുന്ന് എന്തിനാ അറിയണേ? അപ്പൊ മോസസ് ചോദിക്കുക, ഈ മരുഭൂമിയിൽ അവിടെ നിന്ന് അവർക്ക് ഇറച്ചി കൊടുക്കുവോ? വൈ നോട്ട്? അപ്പൊ മോസസ് ഒരു നമ്പറും കൂടി ഇറക്കിയിട്ട് പറയും, അവർ 1 മാസം മുഴുവനും ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാ കരയണേ. ആയിക്കോട്ടെ, അവർ 1 മാസം കഴിച്ചോട്ടെ. 1 മാസത്തെ ഇറച്ചി മരുഭൂമിയിൽ അങ്ങ് കൊടുക്കോ? അത് നീ വിചാരിക്കുന്നതിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. അവരോട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കാൻ പറ. നാളെ അവർ ഇറച്ചി തിന്നും. അന്ന് രാത്രി ഒരു കാട്ടിലെ കടാപക്ഷികൾ വന്ന് അവിടെ കൂടി ഇസ്രായേൽ ജനത മുഴുവൻ അതിനെ തല്ലിക്കൊന്ന് 1 മാസം ഉണക്കിറച്ചുകൊണ്ട് പെരുന്നാള്. മോസസ് വിചാരിച്ചു ഇതൊന്നും നടക്കില്ല. പിന്നെ ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നടക്കലിൽ എത്ര ആയിത്തോട്ടുകൾ പൊട്ടിപ്പോയി. പിന്നീട് പാറയിൽ നിന്ന് വെള്ളം വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മോസസിനോട് പറയും, ആ പാറയോട് പോയിട്ട് പറയാ എൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ജലത്തെ പുറത്തു കൊണ്ടുവരാൻ.
അഹ്റോനും മോശസും കൂടി ആ വലിയ പാറയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. നോക്കിയപ്പോൾ ഒരു മുട്ടം പാറ. ഈ പാറയോട്, പാറയെ എൻ്റെ ജനത്തിന് വേണ്ടി വെള്ളം തരുക എന്ന് പറഞ്ഞാൽ ഈ പാറ വെള്ളം തരുമോ? മോശസ് വിചാരിച്ച് തരില്ല എന്ന്. അപ്പോൾ മോശസ് തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് 2 പ്രാവശ്യം അതിനൊരു കൊട്ട് കൊടുത്തു. എന്നിട്ട് പറയും, വെള്ളം വെള്ളം എന്ന്. ഇങ്ങനെ അന്ന് രാത്രി ശിബിരത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങണ നേരത്ത് ദൈവം വരും മോശസിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കും, ദാ മോശേ, നീ എന്തിനാ ഇന്ന് ആ പാറയമ്മ 2 പ്രാവശ്യം അടിച്ചേ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പാറയോട് വെള്ളം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയാൻ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ നിന്നോട് ആരാ പറഞ്ഞാകുമ്പോൾ 2 പ്രാവശ്യം അടിക്കാൻ? ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരില്ല. അത് ശരി, നീ അങ്ങോട്ട് വിചാരിച്ചു. എന്നാൽ നീ വിചാരിച്ച ഒരു കാര്യം കേട്ടോ, ഞാൻ ഏത് വാഗ്ദാന ഭൂമിയിലേക്കാണോ നിന്നെയും കൊണ്ട് ഈ ജനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്, നീ അവിടേക്ക് കയറില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നും പറഞ്ഞ് നടക്കണമെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചാൽ മതി. ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ കൊടുക്കണ ഈ വാഗ്ദത്ത ഭൂമിയൊക്കെ നീ ഒന്ന് കണ്ടോ, അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പോരേ എന്ന് പറയും. പിന്നെ ലോകം മോശസിനെ കാണില്ല. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പേടി വന്ന ഒരു മനുഷ്യൻ. പിന്നീട് ഇത്രയായിരുന്നപ്പോൾ പെങ്ങൾ അതിനെ ഒരു ചെറിയ ഒരു പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലേക്ക് തള്ളി വിട്ടിട്ട് ആരൊക്കെയോ കണ്ടുപിടിച്ച് പിന്നെ ആരുടെയൊക്കെയോ ഔദാര്യങ്ങളാൽ വളർന്ന് പിന്നീട് ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് ഒരുമിക്കാൻ ആഗ്രഹിച്ചത് 10 കൽപ്പനകൾ എഴുതി കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളെ പറയാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ദൈവത്തിൻ്റെ ചിന്തകളായിട്ട് റെസൊനേറ്റ് ചെയ്യാൻ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഒത്തിരി അയിത്തോട്ടുകളെ കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പുനരൈക്യത്തിൻ്റെ ഒരു വലിയ വക്താവായിരുന്നു, ഒരു സന്യാസിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വലിയ മനുഷ്യനെ മോസസായിട്ട് തുലനം ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഇസ്രായേലിനെ അങ്ങനെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയി ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടു ചെന്ന് ഒരു ജനതയാക്കിയ പ്രക്രിയയിൽ ഇതാ ഇവിടെ ഒരു മോശസ് എന്ന് പറഞ്ഞാൽ മാർ ഇവാനിയോസ് പിതാവ് മോസസ് എന്ന് പറയുന്ന വലിയ മനുഷ്യനായിട്ടല്ല കാണിക്കുന്നേ. ഒരു ജനതയെ അതിൻ്റെ ഞാൻ വിചാരിച്ചതുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ചിന്തകളുമായിട്ട് എങ്ങനെ നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രക്രിയയിൽ ഇദ്ദേഹവും തൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇദ്ദേഹത്തെ ആധുനിക ലോകത്തിലെ മോശയാണെന്ന് പറയുമ്പോൾ ഈ ആധ്യാത്മിക സംഘർഷങ്ങളിൽ ദൈവത്തിൻ്റെ പക്ഷം ചേരാനും ദൈവം പറഞ്ഞതിന് അനുസരിക്കുവാനുമുള്ള എളിമയിൽ വളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിന്തയെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ ആധ്യാത്മിക സംഘർഷത്തെ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു എന്ന ആത്മസംഘർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നമാൻ്റെ കാര്യത്തെ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതിൽ അനുസരണം എന്ന് പറയുന്ന ഒരു പുണ്യം വരും. ഒന്ന് അനുസരിച്ചുകൂടെ? അനുസരണവും പുനരൈക്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരുപക്ഷെ സമകാലീന സംഭവങ്ങൾക്കിടയിൽ, ചാനൽ ചർച്ചകൾക്കിടയിൽ, അല്ലെങ്കിൽ ചില ട്രോളുകളും ലൈക്കുകളുടെ ഒക്കെ ഇടയിൽ അനുസരണം അത്ര താല്പര്യമില്ലാത്ത ഒരു പദമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ എന്നോട് പറയാൻ പറ്റുമോ, കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലും ഇന്ന് നടക്കുന്ന അനൈക്യത്തിൻ്റെ താഴെ അനുസരണമില്ലായ്മയില്ലേ? താല്പര്യം തോന്നണമെന്നില്ല. പുതിയ സ്വാതന്ത്ര്യ നിർവചനങ്ങൾക്കുള്ളിൽ അനുസരണം ഒരു നല്ല കാര്യമല്ല, അതല്ലെങ്കിൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള തോന്നലുകളൊക്കെ ജനിപ്പിക്കുക നമുക്ക്. പക്ഷേ ഇന്ന് സന്യസ്തരുടെ ഇടയിലും പുരോഹിതന്മാരുടെ ഇടയിലും സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയ്ക്കടയിൽ അനുസരണമില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ മ്ലേച്ഛതയില്ലേ? അതല്ലേ പുനരൈക്യപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്? അനുസരിക്കാൻ മടിയില്ല, അടിച്ചു തോൽപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളാണ്. ആ അടിച്ചു തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹം, അതല്ലെങ്കിൽ അനുസരണമില്ലായ്മയിലൂടെ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കണമെന്നുള്ള ഒരു തെറ്റായ ചിന്ത,
അത് ദൈവചിന്തയല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവിക ഭാവങ്ങളിലെ അനുസരണ ഒരു രഹസ്യാത്മകതയാണ്. അത് നമ്മൾക്ക് താല്പര്യമുണ്ടോ ഇല്ലേ എന്നതിലല്ല, അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണത്. ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം അവിടെ അനുസരണമെന്ന പുണ്യത്തെയും കാണും. പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ, പിതാവിനെയും പുത്രനെയും അനുസരിക്കുന്ന പരിശുദ്ധാത്മാവ്. അനുസരണം പുനരൈക്യത്തിലേക്ക് നമ്മെ നയിക്കും. ഈ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സുകളിലും ഇവാനിയൻ വഴിയുടെ പല മേഖലകളിലും വെച്ച് നമ്മൾ ഈ അനുസരണ ഭാവത്തെ പിതാവിൻ്റെ സന്യാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ വിചാരിച്ചു എന്നത് ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ചിന്തിച്ചു നോക്ക്. കുടുംബത്തിലെ എല്ലാ പ്രോബ്ലങ്ങൾക്കും കാരണം ഒരു അനുസരണക്കേടല്ലേ? പെട്ടെന്ന് വാദമുഖങ്ങളിലേക്ക് കടന്നു വന്ന് അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ശോധനപരമായ ധ്യാനത്തിലൂടെ ചിന്തിച്ചു നോക്കുക. ഒരു ചെറിയ അനുസരണക്കേട് നമ്മുടെ ഉള്ളിലൊക്കെ ഊർന്നു കിടക്കുന്നില്ലേ? അനുസരണത്തിൻ്റെ കുറവിൽ സൂക്ഷ്മമായ വിപ്ലവാത്മകതയും വിരുദ്ധാത്മകതയും സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്നത് അപ്പോൾ നമുക്ക് കാണുകയും മണക്കുകയും ചെയ്യാം. സഭാജീവിതത്തിൻ്റെ എല്ലാ തട്ടിലും അതിൻ്റെ സ്വാധീനം എത്തിക്കഴിഞ്ഞു എന്ന് കാണാനും മണക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ സന്യാസത്തിലേക്കും അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മികതയിലേക്കും കടക്കുമ്പോൾ അനുസരണത്തെ നമ്മൾ പുതിയ ഒരു ആംഗിളിലൂടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു. വ്യക്തിഗത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുതിയ വീക്ഷണങ്ങളുടെ ട്രോളുകളിലെ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളുടെ സുനാമികളിലെ വിഭജനങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ അകത്തളങ്ങളിലെ ഉപജാപങ്ങളെ മാത്രം വീക്ഷണ സ്രോതസ്സുകളായിട്ട് കാണരുത്. പലപ്പോഴും നമ്മുടെ ചിന്തകളെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ആ ചിന്തകൾക്ക് രൂപം കൊടുക്കുന്ന ചർച്ചകൾക്കുള്ളിലെ ഉപജാപങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുന്ന വീക്ഷണ സ്രോതസ്സുകളെ തിരിച്ചറിയണം. നമ്മൾ പല വീക്ഷണങ്ങളിൽ നിന്ന് സഭയുടെ അടിയിൽ നടക്കുന്ന മ്ലേച്ഛതയെയും കുടുംബജീവിതത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അടിയിലൊക്കെ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും വേണം. അതിൽ ദൈവചിന്തകൾ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ള പ്രവാചക ഒരു നോട്ടം കൂടി നമ്മൾ കാണുകയും നോക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അനുസരണത്തെ നാം കാണേണ്ടത് ഒരു ആധ്യാത്മിക വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ്. മ്ലേച്ഛതകൾ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ, നമുക്ക് ചുറ്റിലും തന്നിലും അതിനെ ദർശിക്കുമ്പോൾ, സ്വയം ശോധനയിലൂടെ ഞാൻ വിചാരിച്ചു എന്ന ആത്മസംഘർഷത്തിൽ നിന്ന് ഉയരുന്ന അനുസരണക്കേടും അച്ചടക്കമില്ലായ്മയും അനൈക്യങ്ങളിലേക്കും പുനരൈക്യ ചിന്തകളെ തട്ടിത്തകർക്കുന്ന മ്ലേച്ഛതകളിലേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടെത്തിക്കും. അത് ആരുമായിക്കൊള്ളട്ടെ. ഞാൻ വിചാരിച്ചു എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന ആത്മശോധനയുടെ വെളിച്ചത്തിൽ പ്രതികരിക്കാൻ കഴിയുമ്പോൾ പുനരൈക്യ ചിന്തകൾ ദൈവാത്മപ്രേരിതരായി അല്ലെങ്കിൽ ദൈവാത്മപ്രേരിതമായി നമ്മെയും നമുക്ക് ചുറ്റുമുള്ളതിനെയും നമ്മളോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയും നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നോ അവരെയും ഒക്കെ പൊതിയും. അതിൽ നിന്ന് ഉയരുന്ന വീക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ കാഴ്ചകളിലൂടെയാണ് നമ്മൾ അപഗ്രഥിക്കേണ്ടതും വിലയിരുത്തേണ്ടതും പുതിയ തീരുമാനങ്ങളെ സ്വീകരിക്കേണ്ടതും. പുനരൈക്യ ദാഹത്തിൽ നിന്ന് ഉയരുന്ന അനുസരണം ദൈവത്തോടുള്ള അനുസരണമായി നിലനിൽക്കുന്ന വീണ്ടും ഒരിക്കൽ കൂടി എന്നതിലേക്ക് നമ്മെ നയിക്കും. നമാനെ പോലെ കുപിതനാകാതെ മേരിയെ പോലെ അനുസരിക്കാനും ആകാംക്ഷയോടുകൂടെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച് ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനും മാർ ഇവാനിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കട്ടെ. വീണ്ടും കാണും വരെ പുനരൈക്യത്തിൻ്റെ അത്ഭുതങ്ങൾ
നിങ്ങളുടെ ഇടയിൽ, വ്യക്തിബന്ധങ്ങളിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ജോലിസ്ഥലത്ത്, ആരാധനാലയങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ വിചാരിച്ചതിനപ്പുറം, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധിയും വെടിപ്പുമുള്ളവ വിശുദ്ധിയുള്ളവർക്ക് നൽകപ്പെടുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ കുർബാനയിൽ നമ്മൾ പറയുന്ന ഈ ലോകത്തെ തൻ്റെ പീഡാസഹനത്താൽ വീണ്ടും രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ, അവനിലാണ് നമ്മൾ പുനരൈക്യപ്പെടുന്നത്. അവൻ്റെ പീഡാസഹനത്തിലേക്കാണ് നമ്മൾ പുനരൈക്യപ്പെടുന്നത്. അത് നമ്മുടെ വിചാരങ്ങൾക്കപ്പുറത്ത് ദൈവിക പദ്ധതിയുടെയും ദൈവിക അനുസരണത്തിൻ്റെയും ഒക്കെ മാർഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മിനിറ്റ് നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും അച്ചടക്കമില്ലായ്മ, അനുസരണമില്ലായ്മ കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു പ്രവണത ഞങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ കുട്ടികൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പുതിയ തലമുറ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന തലമുറയും അനുസരണക്കേടിൻ്റെ മ്ലേച്ഛതകൾക്കുള്ളിലല്ലേ കിടക്കുന്നതെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അപ്പൻ്റെയും അമ്മയുടെയും അനുസരണക്കേടാണ്, അച്ചടക്കമില്ലായ്മയാണ് മക്കളിൽ പ്രതിഫലിക്കുന്നതെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? കർത്താവേ, പുരോഹിതന്മാർക്കിടയിൽ വന്നിട്ടുള്ള അനുസരണമില്ലായ്മയോ അച്ചടക്കമില്ലായ്മയോ ആണ് ഒരു ദൈവജനത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഞങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഞങ്ങളെല്ലാവരെയും ഒന്നിപ്പിക്കാൻ വന്നവനെ, മരണത്തോളം പിതാവിനെ അനുസരിച്ചവനെ, അനുസരണത്തിൻ്റെ ഭാവങ്ങൾ നിറഞ്ഞു വന്നപ്പോൾ മലയിറങ്ങി നിന്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് ദൈവസമ്പാദനം എന്ന് തിരിച്ചറിഞ്ഞ വലിയ പിതാവിൻ്റെ ആ ഒരു സാമീപ്യം, അദ്ദേഹത്തിൻ്റെ അനുസരണം, അച്ചടക്കം ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടും കരുപ്പിടിപ്പിക്കാൻ, ഞങ്ങളുടെ പൗരോഹിത്യത്തെ, ഞങ്ങളുടെ സന്യാസത്തെ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഒക്കെ അച്ചടക്കമുള്ളതാക്കാൻ, ദൈവ ചിന്തയിലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലുമൊക്കെ നിറഞ്ഞ ഒരു സമുദായമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും അങ്ങ് ശാസിക്കുകയും ബന്ധിക്കുകയും പുറത്താക്കുകയും ചെയ്യണമേ. ആമേൻ.